മറ്റേ ഡീസൽ വണ്ടിയല്ല, ഇത് മറ്റേ LPG വണ്ടിയാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് ഇത് ഈ LPG എന്ന് പറയുന്ന സാധനം നമുക്ക് എല്ലാ പമ്പുകളിലൊക്കെ കിട്ടുമോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇതേ അടിപൊളിയായിട്ട് പണ്ടത്തെ പോലെ വെറൈറ്റി വണ്ടികളുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് വണ്ടിയാണ് ഈ സ്ഥലത്തിന്റെ കറക്റ്റ് വരുന്നത് മഞ്ചക്കുഴി. ഓക്കെ, പൈക. അതായത് പൈകന്ന് ലെഫ്റ്റ് കയറി പോയി മുണ്ടക്കയം. ഓക്കെ, എൻ്റെ വീട്ടിൽ നിങ്ങളുടെ ഏകദേശം ഒരു 10-20 സംതിങ് കിലോമീറ്ററോളം, 25 കിലോമീറ്ററോളം ഉണ്ട്. അപ്പം നമ്മൾ ഇഞ്ചി തൊട്ട് അടിപൊളിയായിട്ട് ഓരോ വ്യത്യസ്തമായിട്ട് വണ്ടികളുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങി മച്ചാൻ വരെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകളായിട്ട് എൻ്റെ വണ്ടിയുടെ വീഡിയോ കുറേ പേര് മടുപ്പോൾ ഇനി വേറെ വണ്ടികളുടെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ വേറെ വണ്ടികളുടെ കുറേ നാൾ കൂടി എടുക്കാൻ തുടങ്ങിയ ഒരു ഫസ്റ്റ് വണ്ടിയുടെ ആരംഭമാണിത്. അപ്പോൾ ഇനി ഒരു നല്ലൊരു തുടക്കം തന്നെ ആയിരിക്കട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബജാജ്, ഈ വണ്ടിയുടെ ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ ബജാജ് കോമ്പാക്ട് തന്നെയാണ്, ഫോറസ്. അപ്പം ഇത് മറ്റേ ഡീസൽ വണ്ടിയല്ല, ഇത് മറ്റേ LPG വണ്ടിയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. CNG അല്ല, പെട്രോൾ അല്ല, ഡീസൽ അല്ല, LPG ആണ്. അപ്പോൾ ഒരു LPG വണ്ടിയുടെ റിവ്യൂ എന്ന് വെച്ചാൽ ഞാൻ കർണാടകയിൽ പോയി ചെയ്ത വണ്ടി LPG ആയിരുന്നല്ലേ. പക്ഷേ ആ കാര്യം സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ അവിടെ ചെന്ന് വീഡിയോ എടുത്ത് ഇന്നേ നിമിഷം വരെ എനിക്കറിയത്തില്ല. ഈ ബ്രോ പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ അതൊരു LPG വണ്ടിയാണെന്നുള്ള കാര്യം എനിക്കറിയാവുന്ന. കാരണം ഞാനത് ഓർച്ച് ഡീസൽ വണ്ടിയാണെന്ന് ഞാനും അന്ന് ഓർത്തുകൊണ്ടിരുന്നത്. കോമ്പാക്ട് തന്നെ ഡീസൽ വണ്ടിയാണെന്നാണ് ഓർത്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഈ വണ്ടി നമുക്ക് നിലവിൽ എവിടെയുള്ള തിരുവനന്തപുരത്തല്ലേ? കല്ലിങ്കൽ മോട്ടോഴ്സിൽ അവിടെ മാത്രമേ ഉള്ളൂ പുത്തൻ വണ്ടി. അല്ലെങ്കിൽ പിന്നെ സെക്കൻഡ് നമ്മൾ നോക്കി എടുക്കണം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയെ ചെയ്ത ചെറിയ വർക്കും ഈ വണ്ടിയുടെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ ബ്രോയുടെ പേരെന്താണ്? അനൂപ് എന്നാണ് പേര്. അപ്പം ഈ വണ്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം എത്ര നാളായി? ഇപ്പൊ ഈ വണ്ടി എടുത്തിട്ട് ഒരു 2 വർഷത്തോളം ആയിട്ടുണ്ട്. 2 വർഷത്തോളം വണ്ടി ഓട്ടോ ഓടിക്കുമായിരുന്നോ? ഇല്ല, 1 വർഷമായിട്ടേ ഉള്ളൂ വണ്ടി ഓടിക്കാനായിട്ട്. 2 വർഷത്തോളമായി വണ്ടി എടുത്തു. പക്ഷെ അതിനുശേഷം ഞാൻ അന്ന് വേറെ ജോലി ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ കറക്റ്റായിട്ട് ഓടിക്കാൻ പറ്റിയില്ല. ഇല്ല, പറഞ്ഞോ. ഓക്കെ, അപ്പം നമ്മൾ വണ്ടിയിൽ എത്ര രൂപയുടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്? വർക്ക് ഏകദേശം ഒരു 35 രൂപയുടെ അടുപ്പിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. അത് എവിടെയാണ് ചെയ്തത്? വണ്ടി ടോപ്പ് ചെയ്തത് മണർകാട് വിവേക് എന്ന് പറഞ്ഞ് വർക്ക്ഷോപ്പില, ദേവി പ്രസാദ് എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പിലാണ് ചെയ്തത്. ഓക്കെ. പിന്നെ നമ്മള് പെയിന്റിങ് ചെയ്തത് പള്ളിക്കത്തോടപ്പുറം എരുത്തുപുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് പെയിന്റിങ് ചെയ്തേക്കുന്നത്. അതില് ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്രോൾ ആണ്, ഡീസൽ ആണ്, CNG ആണ്, LPG ആണോ? ഇത് LPG വിത്ത് പെട്രോൾ ആണ്. അപ്പൊ ഈ മോഡൽ ഇപ്പൊ നമുക്ക് നിലവിൽ ഷോറൂമിൽ നമുക്ക് മേടിക്കാൻ കിട്ടും? ഷോറൂമിലുണ്ട് നിലവിൽ വണ്ടി. നമുക്ക് തിരുവനന്തപുരത്ത് കല്ലിങ്കൽ മോട്ടോഴ്സിലാണ് നിലവിൽ ഈ വണ്ടി ഉള്ളത്. പുത്തൻ വണ്ടി നമുക്കുള്ളത്. ഓക്കെ, ഈ LPG എടുത്തുള്ള ഗുണം എന്തെങ്കിലും ഉണ്ടെന്ന് പറയാം? എന്തെങ്കിലും ഒരു ഗുണമായിട്ടുണ്ട് സാധാ CNG വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ LPG എടുത്താൽ ഇത്രയും നമുക്ക് കിലോമീറ്റർ മൈലേജ് കിട്ടും, ഇപ്പൊ മെയിൻ്റെനൻസ് കുറവാണ്. എന്താ അതിന്റെ ഒരു പ്രത്യേകത? LPG CNG കമ്പാരിറ്റീവ്ലി LPGക്ക് റേറ്റ് കുറവുണ്ട് CNGനേക്കാളും. പിന്നെ പണിയാണെങ്കിലും CNG വണ്ടീനേക്കാളും കുറവാണ് LPG. പക്ഷെ ഇതിനുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് ഹീറ്റ് കൂടുതലായതുകൊണ്ട് ആ ഒരു ഓയിലൊക്കെ കുറച്ചുകൂടെ നമുക്ക് CNG വണ്ടിയിൽ മാറുന്നേക്കാളും കുറച്ചുകൂടെ പെട്ടെന്ന് മാറേണ്ടി വരും. ഓക്കെ. പിന്നെ നമുക്ക് ഇത് ഈ LPG എന്ന് പറയുന്ന സാധനം നമുക്ക് എല്ലാ പമ്പുകളിലൊക്കെ കിട്ടുമോ? നമുക്ക് ഇവിടെ കോട്ടയം ജില്ലയിലാണെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ഓടുന്നത് പൈക അടുത്തുള്ള മഞ്ചക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ. അപ്പൊ ഇവിടെ അടുത്തുള്ളത് നമുക്ക് പാലായിലുണ്ട്, പൊൻകുന്നത്തുണ്ട്, പിന്നെ കോട്ടയത്തുണ്ട്. അപ്പൊ ഇങ്ങനെ തൊടുപുഴ, ഇതാണ് ഇങ്ങനെ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് നിറയ്ക്കണമെങ്കിൽ അത്രയും ദൂരം പോയി നിറയ്ക്കുക, അതെങ്ങനെയാ അതിന്റെ കാര്യങ്ങൾ? അങ്ങനെ പോയി നിറയ്ക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും 20 ലിറ്ററിന്റെ ടാങ്കാണ് ഇതിൽ വരുന്നത്. ഓക്കെ. സാധാ ഈ കോമ്പാക്റ്റിനൊക്കെ വരുന്നത് 5 ലിറ്ററിന്റെ, ഡീസൽ ആണെങ്കിൽ 5 ലിറ്റർ, 5 ലിറ്ററിന്റെ ആണ് വരുന്നത്. ഓക്കെ. അപ്പൊ 20 ലിറ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഒരു ദിവസം രാവിലെ ഒരു 20 ലിറ്റർ അടിച്ചെന്ന് കൂട്ടിക്കാം. നമുക്ക് രാവിലെ തൊട്ട് എത്ര ദിവസം നമുക്ക് ഓടാൻ പറ്റും? 20 ലിറ്റർ അടിക്കുവാണെങ്കിൽ ഒരു ആവറേജ് ആയിട്ട് ഒരു 1200 രൂപ 1500 രൂപ ആ റേഞ്ചിൽ ഓടുവാണെങ്കിൽ ഒരു 5 ദിവസം നമുക്ക് ഒരാഴ്ച ലാവിഷായിട്ടോളാം. ആഴ്ചയിൽ ഒന്ന് പമ്പിൽ പോയാൽ മതി. പിന്നെ എന്തെങ്കിലും എമർജൻസി ആയിട്ട് തീരുവാണെങ്കിൽ തന്നെ പിന്നെ സ്റ്റെപ്പിനായിട്ട് എന്താ ഉള്ളത്? സ്റ്റെപ്പിനായിട്ട് നമുക്ക് കാറിന് നമുക്ക് പണ്ടൊക്കെ നിറച്ചോണ്ടിരുന്ന നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന LPG സിലിണ്ടറിൽ നിന്ന് നമുക്ക് ഇതിൽ നിറയ്ക്കാം. ഇനി ഇൻ കേസ് അതില്ല എങ്കിൽ നമുക്ക് പെട്രോൾ ഉണ്ട്, ഇത് പെട്രോളിൽ ഓടാം. വീടുകളിൽ നിറയ്ക്കുന്ന ഗ്യാസ് തന്നെയാണ് ഇതിൽ നിറയ്ക്കുന്നത്. എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് കുറ്റി എടുത്ത് വേണമെങ്കിൽ നിറയ്ക്കാം, ഇതിലേക്ക് ഫില്ല് ചെയ്യാം. നമുക്ക് വേറെ പമ്പുകളിലൊന്നും പോകേണ്ട കാര്യമില്ല. ഗ്യാസ്
സൂറ്റ് വെച്ച് നിറയ്ക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു നോർമൽ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാ സിലിണ്ടറിൽ 2 തവണ ഫില്ല് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. അതിൽ കുറച്ചുകൂടെ പ്രഷർ കൂടിയ ഗ്യാസാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിറയ്ക്കുവാണെങ്കിൽ 2 തവണ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ പമ്പിൽ പോയി അടിക്കണ ഗ്യാസും നമ്മൾ വീട്ടിൽ നിറയ്ക്കണ ഗ്യാസും തമ്മിലുള്ള മൈലേജ് വ്യത്യാസം അങ്ങനെ വല്ലോ? മൈലേജ് വ്യത്യാസമില്ല, പക്ഷെ അത് കുറച്ചുകൂടെ നമ്മുടെ ഈ വണ്ടിയുടെ ഗ്യാസിന്റെ ഡയഫ്രം ഒക്കെ പെട്ടെന്ന് കംപ്ലൈന്റ് ആകാനുള്ള ചാൻസ് കൂടുതലാണ് വീട്ടിൽ നിറയ്ക്കണം. കാരണം ഇതിൽ വേസ്റ്റ് കൂടുതലാണ് ഈ ഗ്യാസിൽ വരുമ്പോൾ, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസിൽ. അതേസമയം ഓട്ടോ ഗ്യാസിൽ ശരിക്കും അതില്ല, വേസ്റ്റ് കുറഞ്ഞിട്ട് കുറച്ചുകൂടെ പ്യൂർ ആയിട്ടുള്ള ഗ്യാസാണ് കിട്ടുന്നത്. പിന്നെ അത് രണ്ടും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഇച്ചിരി എന്നാ പറയുക, നമ്മളിപ്പോൾ ഒരു കുമളി അല്ലെങ്കിൽ ഒരു ഇടുക്കിക്കൊക്കെ നമുക്കൊരു ഓട്ടം കിട്ടിയാൽ തിരിച്ച് തന്നെ ഒരു ഗ്യാസ് തീർന്നു നമ്മൾ തന്നെ ചെയ്യും. പെട്രോളിൽ നമുക്ക് ഓടിക്കാൻ പറ്റും. ഈ വണ്ടി LPG വിത്ത് പെട്രോൾ ആണ് അതിന്റെ അകത്ത് വരുന്നത്. ശരിക്കും പെട്രോൾ എഞ്ചിനാണ് ഈ വണ്ടിക്ക് അത് വരുന്നത്. ഇതില് വിത്ത് LPG ആണ് വന്നേക്കുന്നത്. കമ്പനി LPG വിത്ത് പെട്രോൾ എന്ന് പറഞ്ഞാണ് വരുന്നത് ഈ ഒരു വണ്ടി മോഡൽ. നമുക്ക് അതിന് എത്രയാണ് അതിന്റെ കപ്പാസിറ്റി വരുന്നത്? പെട്രോൾ ടാങ്ക് 3.5 ലിറ്റർ പെട്രോൾ ആണ്. 3.5. അപ്പൊ നമുക്ക് ഏകദേശം എത്ര മൈലേജ് കിട്ടും ഒരു ലിറ്ററിൽ? നമുക്ക് എത്ര കിലോമീറ്റർ? പെട്രോൾ LPG വണ്ടിയിൽ പെട്രോളിൽ ശരിക്കും നമുക്ക് മൈലേജ് കുറവാണ്. എങ്കിൽ പോലും നമുക്കൊരു 3.5 ലിറ്റർ അടിക്കുവാണെങ്കിൽ 100 കിലോമീറ്റർ അടുപ്പിച്ച് 90 കിലോമീറ്റർ 100 കിലോമീറ്റർ അടുപ്പിച്ച് ഓടാൻ പറ്റും. ഏകദേശം ഒരു 10-35 റേഞ്ച് മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മൾ പക്ഷേ പെട്രോളിൽ ഗ്യാസിൽ ഓടിക്കുന്ന പോലെ അത്രയും ഇതായിട്ട് അഗ്രസീവായിട്ട് കൈ കൊടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മൈലേജ് പ്രതീക്ഷിക്കരുത്. പിന്നെ നമ്മൾ ശരിക്കും സ്റ്റാൻഡേർഡ് ഇത് വണ്ടി ഓടിക്കുവാണെങ്കിൽ പ്രതീക്ഷിച്ചാൽ മതി, ഇല്ലെങ്കിൽ 30 താഴെ പോകുന്നതായിരിക്കും. ഓക്കെ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും വണ്ടിയുടെ ചെറിയ വർക്കുകളിലേക്ക് നമുക്ക് ഇനി പോവാം. നമ്മളിപ്പം നമ്മുടെ ഇവിടെ വൈപ്പർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. കമ്പനി വൈപ്പർ മാറ്റി വാഗണാർ വൈപ്പറാണ് വെച്ചിരിക്കുന്നത്. അതെ, വാഗണാറിന്റെ വൈപ്പർ. അപ്പൊ ഈ വാഗണാറിന്റെ വൈപ്പർ വെക്കണതിനുള്ള കാരണം ലുക്ക് മാത്രമാണോ അതോ? അല്ലല്ല, ഒരിക്കലും അല്ല. നമ്മുടെ മറ്റേ വൈപ്പർ എന്ന് പറയുമ്പോൾ ഗ്ലാസ്സിൽ വൈപ്പ് ചെയ്യുന്ന ഏരിയ തീർത്ത് കുറവായിരുന്നു. ഇത് കുറച്ച് വൈഡ് ആയിട്ടുള്ള ഏരിയ നമുക്ക് ക്ലിയർ ആയി ഇവിടം തൊട്ട് ഇവിടം വരെ വൈപ്പ് ആവും. ശരിക്കും ക്ലിയർ ചെയ്ത് കിട്ടും നല്ല രീതിയിൽ. മറ്റേന്ന് പറയുമ്പോഴത്തേനും അത്രയും വൈപ്പ് ആവത്തില്ല. നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് പറഞ്ഞാൽ കുറച്ച് ഏരിയ മാത്രമേ വൈപ്പ് ചെയ്ത് കിട്ടത്തുള്ളൂ. ഇതിപ്പോ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാറിലൊക്കെ പോകുന്ന പോലെ തന്നെ നല്ല വ്യൂ കിട്ടും. അപ്പൊ ഞാൻ ഇത് എവിടുന്നാ മേടിച്ചത്? കടയിൽ നിന്നാണ് മേടിച്ചത്? ഓൺലൈനിൽ? ഇത് കടയിൽ നിന്ന് മേടിച്ചത്. പള്ളിക്കത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു കാറിന്റെ ആക്സസറീസ് കടയിൽ നിന്നാണ് മേടിച്ചത്. നമുക്ക് എത്ര രൂപയായി അതിന്? ഇതിന് 280 രൂപയായി. ഒരു വർഷം മുമ്പ്? ഒരു വർഷമായി. ഓക്കെ. പിന്നെ നമ്മൾ 2 സൈഡ് മിററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ സൈഡ് മിറർ ഇത് മുണ്ടക്കയം മോഡല് സൈഡ് മിറർ ആണ്. പിന്നെ ഇതിൽ മിറർ വന്നേക്കുന്നത് ഐഷറിന്റെ മിററാണ്. മിറർ ചെറുതാണല്ലോ. ഐഷറിന്റെ മിറർ ചെറുത്, ഐഷറിന്റെ വരുന്ന മിററാണ് വെച്ചിരിക്കുന്നത്. മറ്റൊന്ന് പറയുമ്പോൾ വലിയൊരു മിറർ മുണ്ടക്കയ സ്റ്റൈലൊക്കെ. ഓക്കെ. പിന്നെ താഴത്തെ പാർക്കിൽ ഒരു നീല ലൈറ്റ് സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ റിംഗ് ലൈറ്റ്, റിംഗ് അല്ല നിയോൺ സ്ട്രിപ്പ്. അതിപ്പോ നമ്മൾ എവിടെയാ ചെയ്യിപ്പിച്ചേ? ഇത് ഞാൻ ശരിക്കും എന്റെ വീട് പ്രോപ്പർ ഇടുക്കിയിലാണ്. അപ്പം അവിടെ ഒരു ആക്സസറീസ് കടയിൽ ഇടുക്കി തന്നെ ചെയ്യിപ്പിച്ചാണ്. ഇടുക്കി ചെയ്തു. അത് കമ്പനിക്കാരൻ അവിടെ വെച്ച് അവിടെ തന്നെ സെറ്റ് ചെയ്തത്. അപ്പൊ ഈ വണ്ടിയുടെ ഏറ്റവും കൂടുതൽ ലോങ്, അതായത് ഒരു ദൂരയാത്രയൊക്കെ പോയിട്ടുള്ളത് എങ്ങോട്ടേക്ക് ആയിരിക്കും? ദൂരയാത്ര പോയിട്ടുള്ള മറൈൻ ഡ്രൈവ് ഒരിക്കൽ പോയിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്ന് മറൈൻ ഡ്രൈവ് 120 കിലോമീറ്ററോളം. അതാണ്, അത് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ പോയിട്ടുണ്ട്. അപ്പൊ ഇത് ഓടിക്കാനൊക്കെ എങ്ങനെയാ? ഓടിക്കാൻ നമുക്ക് അങ്ങനെ ഒരു മടുപ്പില്ല. പിന്നെ അകത്തിരിക്കുമ്പോൾ അധികം സൗണ്ട് നോയ്സ് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ടോട്ടലി എഞ്ചിന് സൗണ്ട് കുറവാണ്. എഞ്ചിൻ നോയ്സ് തീർത്ത് കുറവാണ്. ഞാൻ വണ്ടിയുടെ പുറകെ ബൈക്ക് ഓടിച്ച് വന്നു. ശരിക്കും ഇതിൽ വരുന്ന എഞ്ചിൻ പൾസർ 220 വരുന്ന എഞ്ചിനാണ്. അപ്പൊ അതുകൊണ്ട് 220cc പവർ ആണോ വരുന്നത്? 223cc പവർ ആണ് വരുന്നത്. പക്ഷെ അതിനെ കൺവേർട്ട് ചെയ്ത് കുറച്ചുകൂടെ നമ്മള് വെയിറ്റ് ഒക്കെ ബാലൻസ് ചെയ്ത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീഡ് കുറവാണ്. മാക്സിമം ഇതിന്റെ സ്പീഡ് 80 വരുന്നത്. അതിൽ നമുക്കൊരു 80 കിലോമീറ്റർ സ്പീഡിൽ വരെ വണ്ടി കയറും. ഇത് കേട്ടിട്ടുണ്ട്. അത് പക്ഷേ നമുക്ക് ഒരിക്കലും സേഫ് ആയിട്ടുള്ള ഒരു സ്പീഡ് അല്ലത്. ഒരു 55-60 ആ ഒരു റേഞ്ചില് ഇപ്പൊ നല്ല കോർണർ ആണെങ്കിൽ പോലും നമുക്കൊരു പ്രശ്നമില്ലാതെ സ്കിഡ് ചെയ്യാതെ നമുക്ക് വണ്ടി. ഓക്കെ. പിന്നെ ഈ സൈഡിൽ അത്യാവശ്യം ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ശരിയാ, ഇടുക്കിയിലെ വീട് എന്ന് പറയുമ്പോൾ ഇടുക്കിയിലായിരുന്ന സമയത്ത് നമുക്ക് ഫോഗ് ലാമ്പ് ഇല്ലാതെ പറ്റത്തില്ല. അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഫോഗ് ലാമ്പ് ഇല്ലാതെ നമുക്ക് ഒരു രക്ഷയില്ല അല്ലേ, ഫോഗൊക്കെ കയറി കഴിയുമ്പോഴത്തേനും. ഓക്കെ. പിന്നെ നമ്മളിത് ഇങ്ങോട്ട് വന്ന് ഇവിടെയൊക്കെ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് അകത്തേക്ക് വരുമ്പോഴത്തേനും
ഈ സീറ്റും കാര്യങ്ങളൊക്കെ എവിടെയാണ് നമ്മൾ ചെയ്യിപ്പിച്ചിരിക്കുന്നത്? സീറ്റ് ചെയ്യിച്ചേക്കുന്നത് മണർകാട് ഉള്ള വിവേക് എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പിലെ നേരത്തെ പറഞ്ഞ പുള്ളി ആളുടെ ഒരു പരിചയക്കാരനാണ്, മാമൻ എന്നാണ് പുള്ളിയുടെ പേര്. ശരിക്കുള്ള പേര്? ആ പുള്ളിയുടെ ശരിക്കുള്ള പേര് എനിക്കറിയില്ല, മാമൻ എന്നാണ് ആളെ വിളിക്കുന്നത്. അപ്പൊ പുള്ളി കോട്ടയം സൈഡിൽ ഏറ്റവും നല്ലപോലെ അപ്പോൾസറി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നല്ല സ്മൂത്ത് ആണ്. നമുക്ക് ഈ സീറ്റ് ഈ മൂന്ന്, അതായത് ഫ്രണ്ടിലത്തെ ബാക്കിലത്തെ സീറ്റ് ഏകദേശം എത്ര രൂപ എമൗണ്ട് ആയി കാണും? സീറ്റ് രണ്ടും കൂടെ വരുമ്പോ ഏകദേശം ഒരു 10 രൂപ 5.5 രൂപ അടുപ്പിച്ച് വന്നിട്ടുണ്ട്. ഫ്രണ്ട് ബാക്ക് സീറ്റ് 5.5 രൂപ അടുപ്പിച്ച് വന്നിട്ടുണ്ട്. ഇപ്പം 2 വർഷം മുമ്പ് ഒരു 10,000 രൂപ മാറ്റമുണ്ട്. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് വിളിച്ചായിരുന്നു, ആളെ വിളിച്ചപ്പം പറഞ്ഞത് 10,000 രൂപയും കൂടെ കൂടിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അകത്ത് ഈ തട്ടിന്റെ അകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വർക്ക് ചെയ്യുമോ? ലൈറ്റ് വർക്ക് ചെയ്യുന്നതായിരുന്നു. ഇപ്പൊ ജസ്റ്റ് അതിൽ കണക്ഷനിൽ എന്തോ ഒരു ലൂസ് കോൺടാക്ട് അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ അടിയിൽ കേറുന്നവർക്കല്ലേ പാസഞ്ചർ സൈഡിൽ ചെറിയൊരു സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. രാത്രിയിലൊക്കെ ആണെങ്കിൽ കറക്റ്റ് ആയിട്ടൊന്ന് കാണാൻ വേണ്ടി. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഒരു ഹാൻഡിൽ സെറ്റപ്പ്. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്കുക, ഇതൊക്കെ എന്തൊക്കെയാന്നുള്ളത്. അത് കിക്കറോ? കിക്കറുണ്ട്. ഇത് നമുക്ക് കിക്കറിൽ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നമ്മളത് കിക്കർ ഉപയോഗിക്കുന്നില്ല, അത് നിലവിൽ അത് എഞ്ചിനിൽ നിന്ന് കണക്ഷൻ പിടിപ്പിച്ചിട്ടിരിക്കാം. അപ്പൊ ഞാൻ ഒറ്റയടിക്കൊക്കെ സ്റ്റാർട്ട് ആവുമോ? ഒറ്റയടിക്ക് നമുക്ക് ഇച്ചിരി ബലം കൊടുത്ത് അതുകൊണ്ട് നിലവിൽ അത് യൂസ് ചെയ്യുന്നില്ല. നമുക്ക് ഈ വണ്ടിക്ക് സെൽഫ് വരുന്നതാണ്, എക്സ്ട്രാ വെച്ചതാണോ? അല്ലല്ല, സെൽഫ് വരുന്ന കമ്പനി സെൽഫാണ് ഈ വണ്ടി. ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ സെൽഫ് സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിത് ഇഗ്നിഷൻ സ്വിച്ചാലും സെൽഫ് ഉണ്ട്, താക്കോലും കിയയില് നമുക്ക് ഒരു ചെറിയൊരു മിസ്സിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് അല്ലാതെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. സ്വിച്ചിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. തിരിച്ചെടുക്കണം അല്ലേ? സൗണ്ട് എന്ന് പറയുന്ന സാധനമില്ല, സൗണ്ട് ഒട്ടുമില്ല, വളരെ വളരെ സ്മൂത്ത് ആണ്. നോയ്സ് തീർത്ത് കുറവാണ്, സൗണ്ട് കാര്യങ്ങളൊക്കെ കുറവ്. നമുക്ക് ഇതിന് എത്ര ഗിയർ? 5 ഗിയർ ആണ് വരുന്നത്? ഇല്ല, 4 ഗിയർ ആണ്. 4 ഗിയർ. പക്ഷെ ഇപ്പത്തെ കോമ്പാക്ട് വണ്ടിയിൽ 5 ഗിയർ ആണ്. 5 ഗിയർ ആണ്. 5 ഗിയർ ആണ് വരുന്നത്. പിന്നെ ഇവിടെ പുതിയ ഇപ്പൊ വരുന്നത് ഇത് 2020 മോഡൽ വണ്ടിയാണ്. 20 മോഡൽ അല്ലേ? ഇപ്പൊ വരുന്നത് 2000 ഇപ്പൊ ഈ വരുന്ന CNG വണ്ടിയുടെ സെയിം ആണ്. അതിന് 5 ഗിയർ ആണ്. പക്ഷെ കോമ്പാക്ട് 5 ഗിയർ അല്ലേ വരുന്നേ? അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നമ്മുടെ റിവേഴ്സ് ഈ ലിവറാണ്? റിവേഴ്സ് ഈ ലിവറിലാണ് വരുന്നത്. കർണാടക പോയപ്പോൾ അന്ന് പോയപ്പോൾ എനിക്ക് വണ്ടിയാന്നുള്ള കാര്യം മനസ്സിലായില്ല. റിവേഴ്സ് നമുക്ക് ഇങ്ങനെ വലിച്ചാൽ മതി, വലിച്ച് മേളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് ആയി. നമുക്ക് താത്തണമെങ്കിൽ ഈ നോബ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. ഓക്കെ ഓക്കെ ഓക്കെ. സത്യം പറഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് പോലെ, ഹാൻഡ് ബ്രേക്ക് പോലെയാണ് റിവേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ 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 ഓക്കെ. പിന്നെ നമ്മൾ ഈ വണ്ടി എത്ര കിലോമീറ്റർ ഏകദേശം ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഏകദേശം 58,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അല്ല ബ്രോ ഓടിച്ചത് എത്ര കിലോമീറ്റർ? ഞാൻ എടുക്കുമ്പോ വണ്ടി 18,000 കിലോമീറ്റർ എടുക്കണ വണ്ടിയാണ്. ഇത് തിരുവനന്തപുരം രജിസ്ട്രേഷൻ വണ്ടിയാണ്? ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ ആണ്. അപ്പൊ അവിടെ പോയി എടുത്താണ് വണ്ടി. അപ്പൊ അന്ന് എടുത്തപ്പോ ഏകദേശം എത്ര എമൗണ്ട് ആയി? അന്ന് എടുത്ത സമയത്ത് 1,42,000 രൂപയ്ക്കാണ് എടുത്തത്. അന്ന് എടുത്തത് ഫുൾ എമൗണ്ട് കൊടുത്തെടുക്കുകയത്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ നമ്മുടെ ഈ ഏരിയയിൽ ഇങ്ങനത്തെ കുഞ്ഞു വണ്ടി എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഓട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഈ ടൈപ്പ് വണ്ടി ഓട്ടം ഉണ്ട്. ഇതിലുള്ള ഒരു പ്രശ്നം ഈ ഫ്യൂവലിന്റെ കേസാണ് ഒരു ചെറിയൊരു വിഷയം വരുന്നത്. നമുക്ക് LPG-യിലാണെങ്കിൽ ഒരു പ്രശ്നമില്ല, മൈലേജ് ഉണ്ട്, വണ്ടി നോയ്സ് കുറവാണ്. ഇച്ചിരി പ്രായമുള്ളവർക്കൊക്കെ ആണെങ്കിലും വണ്ടിക്ക് കയറാൻ എളുപ്പമാണ്, വലിയ പ്രശ്നമില്ല. പിന്നെ വിളിക്കുന്ന ഇപ്പൊ ഗർഭിണികൾ അങ്ങനെയുള്ളവർക്ക് ഹോസ്പിറ്റൽ കേസിനൊക്കെ ഒരുപാട് നമുക്ക് ഓട്ടമുണ്ട്. ശരിക്കും ഒരു കാറിൽ പോകുന്ന പോലെ തുറന്ന് ഒരു സെറ്റപ്പായിട്ട് പോവുകയും ചെയ്യാം. ഇന്നത്തെ കാലത്ത് ചൂട് മാത്രം സഹിക്കാൻ പറ്റും. അതേ ഉള്ളൊരു ബുദ്ധിമുട്ട്. ഒറ്റ പ്രശ്നമായി അതിന് നമുക്ക് ചൂട് കുറയ്ക്കാൻ വേണ്ടി ചെറിയൊരു തട്ട് അപ്പോൾസറി ലൈറ്റ് ആയിട്ടുള്ള ഒരു ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അധികം ചൂടും കാര്യങ്ങളും നമുക്ക് വണ്ടിയുടെ അകത്തേക്ക് വരാതെ പ്ലൈവുഡ് വെച്ചിട്ട്. ഓക്കെ ഓക്കെ. പിന്നെ എന്നാലും ഞാൻ ചുമ്മാ ചോദിക്കാം, എന്നാലും ഒരു ഓട്ടോറിക്ഷ എടുത്ത എന്ന രീതിയിൽ മാക്സിമം ഒരു ദിവസമൊക്കെ എത്ര രൂപയ്ക്ക് നമുക്ക് ഓടാൻ പറ്റും? ഒരു 12,000 രൂപയൊക്കെ ഓടാൻ പറ്റുമോ? ആവറേജ് ഇപ്പം ഞാൻ ഓടുന്ന സ്റ്റാൻഡിൽ, മഞ്ചക്കുഴി എന്ന് പറയുന്ന സ്റ്റാൻഡിൽ ഒരു 1000 രൂപ 1200 രൂപ എല്ലാം കൂടെ കൂട്ടി, ഡീസൽ ചെലവ് എല്ലാം കൂടെ കൂട്ടി 1000 രൂപയ്ക്ക് ഓടാൻ പറ്റും. ചെലവ് എല്ലാം കഴിഞ്ഞിട്ട് എത്ര രൂപ ബാലൻസ് നമുക്ക് പിടിക്കാം? നമുക്ക് ബാലൻസ് ഒരു 1000 രൂപ ആവറേജ് ഓടുന്ന ദിവസങ്ങളുണ്ട്. പിന്നെ എല്ലാ ദിവസവും നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതിനുശേഷം അതെ, കൂടുതലും ആൾക്കാർക്ക് സ്വന്തം വണ്ടി, ബൈക്ക്, സ്കൂട്ടറും ഇല്ലാത്ത വീടുകളില്ല. അതെ, പണ്ട് ഞങ്ങളുടെ ഏരിയയിൽ ബൈക്ക് വളരെ റയർ ആയിട്ടുള്ള, കാറ് വളരെ റയർ ആയിരുന്നു. ഇപ്പൊ പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു 800 എങ്കിലും അതിന്റെ വന്നോണ്ട് ഓട്ടോ ഫീൽഡിൽ ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, ചെറിയൊരു മടുപ്പുണ്ട്. പുതുതായിട്ടൊരു ഓട്ടോ എടുക്കാൻ പോകുന്ന ഒരാളോട്
എന്തായിരിക്കും പറയാൻ? അവനൊരു ഓട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്, അപ്പം അവനോട് എന്തായിരിക്കും പറയാനുള്ളത്? കുറെ പേര് എന്റെ വീഡിയോ കണ്ടിട്ട് ഓട്ടോ എടുക്കാൻ വേണ്ടി മുട്ടി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം അവരോട് എന്താ പറയാനുള്ളത്? ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഓട്ടോ എത്രത്തോളം നമുക്കൊരു ലൈഫിലേക്കൊരു ഇതാകുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു ഒറ്റത്തടിയാണെങ്കിൽ നമുക്കൊരു ഓട്ടോ ഓടിച്ച് ഒരാള് ഒരു സിംഗിൾ ലൈഫിൽ നമുക്ക് ഒരു പ്രശ്നമില്ല. നമുക്ക് ഓട്ടോയിൽ നമുക്കൊരു ചെറിയ ബാലൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഒരു ഫാമിലി മാൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം അറ്റ്ലീസ്റ്റ് നമ്മളെ കാര്യങ്ങൾ നടന്നു പോകുമെന്നല്ലാതെ നമുക്ക് ഒരു സേവിങ്സോ ഒരു നീക്കിയിരിപ്പോ ഒന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വണ്ടിക്ക് പെട്ടെന്ന് ഒരു പണി വന്നാൽ പോലും നമ്മള് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ഇത് വരും. അങ്ങനെ ഒരു അനുഭവം എല്ലാം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പറച്ചിലൂടെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു. എനിക്ക് 2 കുട്ടികളാണ്. അപ്പം ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മള് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഓട്ടോ നമുക്കൊരു ഒരിക്കലും ഒരു ഫാമിലിക്ക് പറ്റും. ഇപ്പൊ ടൗൺ പെർമിറ്റ് ഒക്കെ ഉള്ള വണ്ടികൾക്കാണെങ്കിൽ നല്ല ഓട്ടങ്ങളുണ്ട്. ഒരു ഫ്രണ്ട് എറണാകുളത്തോട് അവന് 10,000-2,000 രൂപയ്ക്കൊക്കെ ഓടാൻ പറ്റുന്ന 2,000 രൂപ 3,000 രൂപ നമ്മുടെ കോട്ടയത്ത് തന്നെ ഓടുന്ന 3,000 രൂപയ്ക്ക് ഓടുന്ന എന്റെ സുഹൃത്തുക്കളുണ്ട്. അപ്പോ അങ്ങനെ നമുക്ക് ഒരിക്കലും ടോട്ടലി അങ്ങോട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഉള്ളവർ കാരണം ഈ ടൗൺ പെർമിറ്റ് ഒക്കെ വണ്ടിയൊക്കെ തൊട്ട കിലോമീറ്റർ 40 രൂപ അല്ലെങ്കിൽ 50 രൂപ. അതെ അതെ. നമുക്ക് കിലോമീറ്റർ 30 രൂപ വെച്ച് മേടിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ഓട്ടോയ്ക്കുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു ടൗണിൽ ഓട്ടോ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു കടയിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ആരും ഒരു ക്യാഷ് തരാനോ ഇപ്പൊ കടം തരാനോ ഒന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. കാരണം നമുക്ക് എപ്പോഴും ടൗണിലുണ്ട്, അല്ലെ നമുക്കൊരു പ്രസ്ഥാനമായിട്ട് ഉള്ളത് കൊണ്ട് കൈ നീട്ടി കഴിഞ്ഞാൽ ക്യാഷ് ആണ്. അതാണ് മറ്റൊരു വണ്ടികൾ പോലെയല്ല ഓട്ടോ. അങ്ങനെ കുറെ ഗുണങ്ങൾ കൊണ്ട് നമുക്ക് അരി മേടിക്കാൻ ഒരിക്കലും ഒരു മുട്ട് വരില്ല ഓട്ടോ. നമുക്ക് സേവിങ്സ് ഇല്ലെങ്കിൽ പോലും അന്നത്തെ കാര്യങ്ങൾ നടന്നു പോകും. ഓക്കെ 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 ഓക്കെ. പിന്നെന്ന് വെച്ചാൽ ഇത്ര ഒരു കുഞ്ഞു വണ്ടിയിൽ നമ്മൾക്ക് ഈ 20 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ടാങ്ക് എവിടെ LPG വെച്ചാൽ ടാങ്ക് വരുന്നത് നമുക്ക് റൈറ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ പാസഞ്ചർ സീറ്റിന്റെ അടിഭാഗത്തായിട്ട് ആ കാണുന്ന ടാങ്ക്. അതെ അതെ. ഓക്കെ ഓക്കെ. 20 ലിറ്റർ നമുക്ക് ഫില്ല് ചെയ്യാൻ നമുക്ക് എത്ര ടൈം എടുക്കുമായിരിക്കും? നോർമൽ നമ്മൾ പെട്രോൾ ഒക്കെ ഫില്ല് ചെയ്യുന്ന ഒരു ആ ടൈമിന്റെ ഒരു പകുതി ടൈം മതി. ഇത് ഫാസ്റ്റ് ആണ്. ഫ്യൂൽ ഫില്ലിംഗ് ഫാസ്റ്റ് ആണ്. നമുക്ക് അധികം ടൈം വേസ്റ്റിംഗ് ഇല്ല. ഓക്കെ ഓക്കെ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഇതിന്റെ നമുക്ക് എമർജൻസി റിസർവ് എന്ന് പറഞ്ഞാൽ പെട്രോളിന്റെ ടാങ്ക് എവിടെയാ വരുന്നത്? പെട്രോൾ ടാങ്ക് വരുന്നത് നമ്മുടെ എഞ്ചിൻ റൂമിനുള്ളിലാണ് വരുന്നത്. എമർജൻസി ആണെങ്കിൽ മാത്രം തുറക്കുക. എഞ്ചിൻ റൂമിനുള്ളില് 3.5 ലിറ്ററിന്റെ ഒരു ചെറിയ ടാങ്കാണ് വരുന്നത്. നമ്മൾ എമർജൻസി സിറ്റുവേഷൻ മാത്രം ഉപയോഗിക്കാൻ. അതെ. ഇതാണ് ടാങ്ക് വരുന്നത്. ഇവിടെയാണ് ടാങ്ക് വരുന്നത് അല്ലേ? ഇതല്ലേ? അതെ. ഓക്കെ. ഇതാണ് മറ്റേ ഇതിന്റെ എഞ്ചിനാന്ന് പറഞ്ഞത് പൾസർ 220 എഞ്ചിനാണ് വരുന്നത്. 223 cc എഞ്ചിനാണ് ഇതിൽ വരുന്നത്. ഈ സെയിം എഞ്ചിനാണ് നമുക്ക് CNG വരുന്നത്. CNG LPG ഇതിൽ കിറ്റിൽ മാത്രമുള്ള ഒരു ചെറിയ മാറ്റമുള്ളൂ. ഇതിന്റെ CNGയുടെ കിറ്റ് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി CNGയിലും ഓടിക്കാൻ പറ്റും. ഒരു പ്രശ്നമില്ല. ചെറിയൊരു 8,000 രൂപയുടെ ഒരു കിറ്റ് മാത്രം മാറ്റുന്ന ഒരു ഇതേ ഉള്ളൂ. എഞ്ചിൻ സെയിം തന്നെ. സ്പേസ് ഉണ്ട്. അതായത് നമ്മൾ കുട്ടി ഡീസലിനെ കോമ്പാക്ടിനെ അപേക്ഷിച്ച് ഡീസൽ എഞ്ചിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇഷ്ടംപോലെ സ്പേസസ് ആണ് എഞ്ചിൻ റൂം. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതെ. ഓവറായിട്ട് ഒന്നുമില്ല. അതെ അതെ. നമുക്കൊരു കുഞ്ഞു വണ്ടിയിൽ അത്യാവശ്യം നല്ല പവറിലുള്ള നമുക്ക്. പിന്നെന്ന് പറയുമ്പോൾ ഇതെങ്ങനെ വലിയ കട്ടറൊക്കെ ചാടുമ്പോൾ ഇങ്ങനെ ഷോക്കുന്ന അങ്ങനെ സൗണ്ട് കാര്യങ്ങൾ പ്രശ്നങ്ങളോ ഷോക്കിന് അങ്ങനെ ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നിലവിൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ ഈ ചെറിയ വീഡിയോയും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും വണ്ടിയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പിന്നെ ഓൾട്രേഷൻ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിരിക്കും. പിന്നെ ഈ വണ്ടി വർക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും ബജാജ് കോമ്പാക്റ്റിൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഈ ബ്രോയുടെയോ അല്ലെങ്കിൽ ഈ വണ്ടിയുടെ വർക്ക് ചെയ്ത പുള്ളിയുടെയോ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ചെറിയ കുഞ്ഞു വീഡിയോ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. ബ്രോ അല്ലെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ബ്രോയോട് എന്തെങ്കിലും നേരിട്ട് ചോദിക്കാനുണ്ടെങ്കിലും പുള്ളിയുടെ നമ്പർ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അത് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, എന്നിട്ട് പുള്ളിയുടെ നമ്പർ അയച്ചു തരുന്നതായിരിക്കും. കാരണം പുള്ളിയുടെ നമ്പർ കൊടുത്ത പേഴ്സണൽ നമ്പർ നമ്മൾ അങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊടുക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ബ്രോയുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ കാണാം. ബൈ ബൈ.